നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു പ്രത്യേക രീതിയിലും പ്രത്യേക അളവിലും വെള്ളം കുടിക്കുകയാണെങ്കിൽ അമിതവണ്ണം കുറയാൻ സാധ്യതയുണ്ടെന്നുള്ളത്? അത്ഭുതമാണല്ലേ, വെള്ളത്തിൽ ഒരു കാലറി ഇല്ല, പിന്നെ എങ്ങനെയാണ് അമിതവണ്ണം കുറയാം? സത്യത്തിൽ വെള്ളം കുടിക്കുന്ന ഒരു ടൈമിങ് അത് ശരീരഭാരമായിട്ട് കണക്റ്റഡ് ആണ്. അതുപോലെ നമ്മൾ അറിയേണ്ട ഒരു പ്രധാന കാര്യം, വെള്ളം എന്ന് പറയുന്നത് നിർജ്ജലീകരണം തടയാൻ മാത്രമല്ല സഹായിക്കുക, ശരീരത്തിലെ കൊഴുപ്പ് ഫാറ്റ് അത് കത്തിച്ച് കളയാനുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു മെറ്റബോളിക് സ്വിച്ചാണ് വെള്ളം ഉള്ളിൽ ചെല്ലുക എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ എത്തിച്ചേരുന്ന കൊഴുപ്പിന്റെ ദഹനത്തിലെ ഓരോ ഘട്ടങ്ങളിലും വെള്ളത്തിന് വലിയ റോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളം കുടിക്കുന്നത് കുറവാണെങ്കിൽ ശരീരത്തിൽ കൊഴുപ്പ് കെട്ടി നിൽക്കും എന്നർത്ഥം. ഇനി എങ്ങനെയാണ് ശരീരഭാരവും വെള്ളം കുടിയും തമ്മിലുള്ള കണക്ഷൻ നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ അവിടെ ഒരു മെറ്റബോളിക് സ്വിച്ച് ഓൺ ആവുന്നുണ്ട്. മാത്രമല്ല വെള്ളം ആഗിരണം ചെയ്യാനും അത് പ്രോസസ് ചെയ്യാനൊക്കെ ശരീരം കുറേയധികം കാലറി ഉപയോഗിച്ച് കത്തിച്ച് കളയുന്നുണ്ട്. ഒരു 2 ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ ശരീരത്തിലെ മെറ്റബോളിസം 30% താൽക്കാലികമായിട്ട് കൂടുന്നതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ വെള്ളം കുടികൊണ്ട് തന്നെ കാലറി കുറേ നമുക്ക് കത്തിച്ച് കളയാം. രണ്ടാമത്തത്, പല ആളുകൾക്കും ഇടയ്ക്കിടയ്ക്ക് വിശപ്പ് തോന്നും. ഇത് യഥാർത്ഥത്തിൽ വിശപ്പല്ല, നിർജ്ജലീകരണം വരുന്ന ദാഹമാണ്. തലച്ചോറിന് വിശപ്പാണോ ദാഹമാണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റാതെ വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും, ദാഹമാണെങ്കിലും അത് വിശപ്പാണെന്ന് തെറ്റിദ്ധരിച്ച് ഭക്ഷണം പോയിട്ട് കഴിക്കുന്നു, വണ്ണം കൂടുന്നു. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് എപ്പോഴെങ്കിലും വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് 2 ഗ്ലാസ് വെള്ളം കുടിക്കുക. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടും നമ്മുടെ വിശപ്പ് മാറിയിട്ടില്ല എന്നാണെങ്കിൽ മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അതിനർത്ഥം അത് നിർജ്ജലീകരണത്തിന്റെ ദാഹമായിരുന്നു എന്നാണ്. ഈ ട്രിക്ക് പ്രയോഗിക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് സ്നാക്സ് കഴിക്കുന്ന പല സാഹചര്യങ്ങളും ഒഴിവാക്കാൻ പറ്റും. മൂന്നാമത്തത്, ശരീരത്തിലെ ഫാറ്റിന്റെ ദഹന സമയത്ത് ഒരുപാട് വേസ്റ്റ് പ്രൊഡക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട്. ഈ വേസ്റ്റ് പ്രൊഡക്റ്റുകളൊക്കെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളണമെങ്കിൽ വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ ശരീരം എന്താ ചെയ്യുക, ഈ കൊഴുപ്പിനെ ദഹിപ്പിക്കാതെ വെക്കും, ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നു, വണ്ണം കൂടുന്നു. ഇനി സാധാരണ നമ്മൾ എത്ര വെള്ളമാണ് കുടിക്കേണ്ടത് നമുക്ക് നോക്കാം. ഏതൊരു വ്യക്തിയും ശരീരഭാരത്തിലെ ഓരോ കിലോഗ്രാമിനനുസരിച്ച് ഒരു 30-35 ml ഓരോ ദിവസവും കുടിച്ചിരിക്കണം. എന്ന് വെച്ചാൽ ഒരു 60 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം ഒരു 1.8 മുതൽ 2.1 വരെ ലിറ്റർ ഓരോ ദിവസം കുടിച്ചിരിക്കണം. 70 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഒരു 2.1 മുതൽ 2.5 ലിറ്റർ വരെ വെള്ളം ഡെയിലി കുടിച്ചിരിക്കണം. ഇങ്ങനെ വരുമ്പോൾ ശരീരത്തിലെ കൊഴുപ്പിന്റെ കത്തിക്കലൊക്കെ കൃത്യമായിട്ട് നടക്കും. ശരീരത്തിൽ കൊഴുപ്പ് കത്തിക്കുന്ന ഒരു എഞ്ചിന്റെ പെട്രോൾ ഒഴിക്കുന്ന പോലെയാണ് വെള്ളം കുടിക്കുന്നത്. ഇനി ഞാനൊരു പവർഫുൾ ആയിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മൾ ഏതൊരു വ്യക്തിയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്നതിന്റെ ഒരു 20 മിനിറ്റ് മുമ്പ് 2 ഗ്ലാസ് വെള്ളം നന്നായിട്ട് കുടിക്കാം. ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ വിശപ്പ് കുറയുന്നുണ്ട്. അതുപോലെ നമ്മൾ കൂടുതൽ കാലറിയുള്ള ഭക്ഷണം പിന്നീട് കഴിക്കുന്ന സാഹചര്യം പലപ്പോഴും ഒഴിവാകും. വയറൊക്കെ ഫുള്ളായ പോലെ തോന്നും. നമ്മൾ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. പലപ്പോഴും നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത് ചെയ്യുന്ന ചില മിസ്റ്റേക്കുകളുണ്ട്. അതിൽ ഒന്നാമത്തത്, ദാഹം വന്നാൽ മാത്രമേ വെള്ളം കുടിക്കുള്ളൂ. ചില ആളുകൾ, നമ്മൾ അറിയേണ്ടത്, ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടുമ്പോൾ മാത്രമേ ദാഹം തുടങ്ങുള്ളൂ. അതിനായിട്ട് നമ്മൾ കാത്തിരിക്കാതെ ആദ്യമേ വെള്ളം കുടിക്കണം. രണ്ടാമത്തത്, പല ആളുകളും വെള്ളം ഒരുമിച്ച് ഒന്നായിട്ട് കുടിക്കും. അങ്ങനെ ചെയ്യാതെ ദിവസത്തിൽ പല തവണയായിട്ട് വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കുക. മൂന്നാമത്തത്, രാവിലെ എണീറ്റ ഉടനെ നമ്മുടെ ശരീരം നിർജ്ജലീകരിച്ച അവസ്ഥയിലായിരിക്കും. ഈ സമയത്ത് 2 ഗ്ലാസ് വെള്ളം കുടിക്കണം. പലരും അത് ചെയ്യാതെ നേരെ പോയിട്ട് ചായ കുടിക്കും. അത് പാടില്ല.